എന്റെ മുഖത്തൊക്കെ എന്റെ പല്ലിന്ന് വിളിച്ചു. പന്നി കറി വെക്കാൻ പന്നി പറഞ്ഞു. അപ്പൊ പന്നി മേടിക്കാം അല്ലേ? അപ്പൊ നമുക്കൊന്ന് പന്നി മേടിക്കണം. പന്നി ചോറ്. പന്നിക്ക് കൂർക്കയാക്കിയാലോ? നല്ലതായിരിക്കും. പോർക്കും കൂർക്കയും വെച്ചാലോ? ആ മതി. അത് പൊളിക്കില്ലേ? പിന്നെ അമ്മ പടക്കാം. എന്നാ പോർക്കും കൂർക്കയും ബാക്കി മേടിച്ചിട്ട് വരാം. മിനിച്ചേട്ടോ പോർക്ക് മേടിച്ചിട്ടുണ്ട്, കൂർക്ക മേടിച്ചോട്ടാ. പച്ചക്കറി എല്ലാം മേടിച്ചിട്ടുണ്ട്. അതോടെ വെക്കട്ടെ. ആ കൂർക്ക പിന്നെ നന്നാക്കി കിട്ടിയത് വേറെ രക്ഷപ്പെട്ടു അല്ലേ ചേക്കാ? നമ്മള് കൂർക്ക എങ്ങനെ തൊലി കളയുമെന്ന് പ്ലാൻ ചെയ്തിരിക്കാറുമോ? അവരിത് നന്നാക്കിയത് മേടിച്ചേക്കാം. ആ അമ്പടാ ആ നെയ്യൊക്കെ ഉണ്ട്, കൊള്ളാം. സെറ്റപ്പാക്കാ. വെളുത്തുള്ളി പച്ചക്കറി ഉണ്ടോ? എല്ലാം ഉണ്ടോ? അടിപൊളി. ഇല മാത്രമേ ഒരു പണി ചെയ്തോ, പന്നി നല്ല വൃത്തിയായിട്ട് ഒന്ന് കഴിയുക ആദ്യം. ഞാൻ കുക്കിംഗ് മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട. നല്ലപോലെ കഴുകാൻ അറിയാവുന്നേ ഇവനറിയാം. എന്നാ നീ പോയി കഴുകി പഠിക്കും. പോയി കഴുക്. ആരോടൊക്കെ കഴുക്. അടാ ഇറച്ചിയുടെ മണാടിച്ചപ്പോ വാലാട്ടി എത്തി. കറി എടുത്തൊന്നും മൂടി വെച്ചാൽ മൂടി വെച്ചാൽ അത് പോകും. കുളിച്ചിട്ട് കുടിക്കും, കാരണം കുളിച്ചൊക്കെ ഉരുളിക്കള്ളം പോണെന്ന് പറയണ ഉരുളിക്കള്ളം പോയി. ഉരുളെത്തി, പോർക്കെത്തി, പറയണ അല്ല നല്ല നെയ്യുണ്ട്. ഈ പൈപ്പുമ്പൊക്കെ നെയ്യാവുന്നു. കഴുകി മാറ്റാനാണ് വെള്ളം. എന്റെ മുന്നേ ഇത് തവറാണ്, ഇതിനകത്തൊന്നുമില്ല. എന്റെ പുറകെ വരുന്നത് എന്തിനാ? എന്റെ പുറകെ വരുന്നത് കഴിഞ്ഞ ദിവസേ പനയില് കയറാൻ പോയി ഒരാള് തീറ്റ വിട്ടാനേ. ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതല്ലേ, നമ്മൾ ഈ പനയിലൊക്കെ കയറുമ്പോൾ എന്തോരം ബുദ്ധിമുട്ട്. നമ്മൾ ആനയുടെ കൂടെ മാത്രമല്ല, നമുക്ക് അല്ലാതെ അപകടങ്ങൾ ഒരുപാടുണ്ട്. ഇവനും അവർ രണ്ടാളും കൂടിയിട്ട് തീറ്റ വിട്ടാൻ പോയി. ഇവനോട് ഞാൻ വിട്ടപ്പോൾ ഇവനോട് ചോദിച്ചു, മോനെ നീ പനയിൽ കയറുമോ? അപ്പം ഞാൻ ചേട്ടാ ഞാൻ പനയിലൊക്കെ കയറാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ശരി ആയിക്കോട്ടെ ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞു. ഒരു പനയിൽ പോയി കയറി ഇങ്ങോട്ട് വന്നേ, ഇത് വരൂ. ആ ഉടയാടകളൊന്ന് അഴിച്ചു വെക്കൂ, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. ഊര് കാണിക്കൂ, ഷർട്ട് വല്ല നോക്ക്. കൈ കാണിക്കൂ, കൈ കാണിക്കൂ, ഈ കൈ കാണിക്കൂ, ഈ കൈ ഒന്ന് കാണിക്കൂ. ഇത് വേണ്ട, ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മൾ ഈ അതപ്പോ ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് ഈ പണി ഇട്ടിട്ട് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ അങ്ങനെ പോകാൻ പറ്റും അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൽ പോയി പിടിച്ചു നിൽക്കുന്നത്? കാല് കൈ ഓടിച്ചാലും ഞാൻ പോവില്ല. അത് നോക്ക് എന്താ, അതാണ് ഈ പണി.
ആനപ്പണി അതാണ് അതിലേക്ക് ഇറങ്ങി വന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. അതല്ലാത്തവർക്ക് വെറുതെ ആനേനെ കണ്ടു, ആനേനെ നോക്കി, അല്ലെങ്കിൽ ആനേനെ കണ്ടിട്ട് പോയി, അതൊന്നും അവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറ്റങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ? ഇപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? നിങ്ങൾ കുറേ നാളായിട്ട് ഓരോ സ്ഥലങ്ങൾക്ക് പണിയെടുക്കുവാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. നിന്നതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നതിനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിച്ച് വയ്യാതായിരുന്നു. ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. മുട്ട, ചിക്കൻ, ബീഫ് ഇതുവരെ ചമ്മന്തി കൂട്ടിയൊന്നും കഴിക്കാൻ പറ്റി. ആയിക്കോട്ടെ, എന്റെ ആഗ്രഹപ്രകാരം അടുത്ത ദിവസം ചമ്മന്തി നല്ല നല്ല ചുട്ടരച്ച മുളക് ചമ്മന്തി ഉണ്ടാക്കി തരുന്നതായിരിക്കും. വെറുതെ ഓർക്കാതെ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ സവോള, തക്കാളി, കടക്കണ സാധനങ്ങളൊക്കെ റെഡി ആക്കി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പരിപാടി വേറെ രീതിയിലാണ് വയ്ക്കുന്നത്. അവർക്ക് അവരുടേതായ രീതികളുണ്ടല്ലോ. നമ്മൾ അധികം കൂടുതൽ നമ്മൾ അങ്കമാലി, കാലടി, പെരുമ്പാവൂര് അങ്ങനെയുള്ള ഭാഗത്തേക്കാണ് കൂടുതൽ ഇങ്ങനെ പോർക്ക് വെക്കുന്നത്. അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നുകൂടി ചെറുതാക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വട്ടരിഞ്ഞ് ചെറുതാക്കാം. അതിന് ആ ചർക്ക പനയൊക്കെ ആൾക്കാർ വിചാരിക്കും ഇതിപ്പോൾ എന്താ ഈ ചക്ക ഇറങ്ങണേന്ന്. ഈ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കാൻ പറ്റണ്ടേ? പാവോ, ചായ കുടിക്കാൻ പോയപ്പോ ഒരു പുള്ളി തന്നെ നോക്കുന്നു. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ നടക്കുമല്ലേ? നമ്മക്കല്ലേ അറിയത്തുള്ളൂ രണ്ട് പോയിരിക്കും. എന്റെ എല്ലാമേ പോച്ചേ. അങ്ങനെ നമുക്ക് ഓരോന്നും പകുതി കഷ്ണമാക്കണം. അത് മുട്ടമണി ഏറ്റവും ചക്കനെ. അതെ, എരുമേലി. അത് നല്ല വൃത്തിയായിട്ട് കൊണ്ട് എടുത്തത്. എടി, ഇറച്ചിയുടെ മണം അടിച്ച് പോകുന്നതാണോ? ഇറച്ചിയുടെ മണം അടിച്ച് പോകുന്നതാണോ? നിനക്ക് പച്ചക്കറി ഒന്നും ഇറങ്ങൂലോ? കോലത്തെ തമ്പരാട്ടി ആയിട്ടാ വരുന്നത് ഇവിടെ. ഇന്നലെ ചന്ദനക്കുറി തൊട്ട് കിടക്കുന്ന കണ്ടോ? ബീഫ് കൂട്ടാൻ പന്നി കൂട്ടാൻ അല്ല, പിന്നെ ഇന്ന് പന്നി കൂട്ടാൻ പറ്റരുത്. ചന്ദനക്കുറി തൊട്ട് ഇവിടെ കയറി പന്നി കൂട്ടാൻ. ഇന്നലെ അവിടെ അവരും സാമിയാറോടെ നിൽക്കുവായിരുന്നു. അതെ, അത് കുറിയൊക്കെ തൊട്ട്. അത് ആരും അത് പകുതി കഷ്ണാക്കും. എന്നുണ്ടായേ? ഒന്നും എന്തോ സംഭവിച്ചു. അത് എന്തോ കാര്യം എന്താന്ന് പറഞ്ഞാ? എന്താ ഉണ്ടായേ? കേറിയോ അതെ ഇറങ്ങിയപ്പോഴാണോ ഉണ്ടായേ? കേറി മേടിച്ചെന്നു എന്തോ സംഭവിച്ചു. താഴെ വന്ന് നോക്കുമ്പോ നല്ല സുഖം, എല്ലാ സൈഡും വരഞ്ഞിരിക്കും. ഒന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യാൻ വേണ്ട. എല്ലാം ചെയ്യേണ്ടതൊക്കെ പന ചെയ്തില്ലേ? ആ മതി, സന്തോഷം. അല്ല, ഇറച്ചി കഴുകാൻ പോയവനെ ഇതിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ല. ഒന്നും പറഞ്ഞാൽ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. എന്താ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പണിയിൽ മുന്നോട്ട് പിടിച്ചു വെക്കാൻ പറ്റൂ. പൊരുതി ജയിക്കണം, എന്താണ് നമ്മുടെ പണി. അല്ലല്ലേ? ആ, പന്നി കൊണ്ടുവരികയാണോ ചേട്ടാ? പന്നി കഴുകി വെച്ചത്. പന്നി മൊത്തം കളഞ്ഞു. ആയിക്കോട്ടെ, പന്നിനെ നമുക്ക് നല്ല ഉരുളിയിലേക്ക് മാറ്റാം. നെയ്യ് കൊള്ളാമല്ലോ, ഇറച്ചി കുറവുള്ളോ? നോക്കിയല്ലേ മേടിച്ചത്. ഇതെന്ത് ബാംഗ്ലൂർ പന്നി പോലെ ഉണ്ടല്ലോ, ഇറച്ചി കുറവാണ്. അയ്യോ, ഒരു കാര്യം പറയാൻ പോയി. നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട്. ഞാനിപ്പോഴത് ഓർത്തേ. അവരൊക്കെ പുറത്താണ്. അവര് നമ്മൾ പന്നീന്ന് പറയുമ്പോ അയ്യോ വേറെ ഒന്നും വിചാരിക്കുന്നേട്ടാ, ഞങ്ങളിതൊക്കെ കഴിക്കും. കാരണം വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടേ. അതൊക്കെ പുറത്തുള്ളവരല്ലേ. നമ്മൾ പെട്ടെന്ന് ബുദ്ധിമുട്ട്
അവർക്ക് അതൊരു ഇതാവണ്ട. അത് പുതിയ ആളാ. ഇവിടെ ഇറച്ചിയുടെ മഴ അടിച്ചപ്പോ വന്നതാ. അത് ഷവാറായില്ല ഓടെ കിടക്കായിരുന്നു. ഞാൻ പിന്നെ ഇത്തിരി ചോറൊക്കെ കൊടുത്തപ്പോ അത് ഇത്തിരി മെന വെച്ചു. ഒരു ചട്ടി എന്നാളാ ആരെങ്കിലും എവിടെ വേറെ ഉണ്ടാവില്ലേ? അത് അടിയന്റെ കയ്യില. അടിയൻ ഇതും കൊണ്ട് ചെറിയാ മതി. അടിയന് അതിനുള്ള ആവശ്യമുള്ളൂ. അത് ശരി. ഇനി ബാക്കിയോടെ മുറിച്ചിട്ട് എനിക്ക് വൈകി. ഇനി അടുത്തേക്ക് പോകും. വേവിക്കണം ശരിക്കത്. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം മസാലയൊക്കെ ഇടാൻ. അതെ, ഞാൻ ഇതിനകത്ത് ഹെഡിങ് വയ്ക്കുന്നുണ്ട്. ഇത് പന്നിക്കറിയാണെന്ന്. അപ്പം എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളെ വീഡിയോ കാണണ്ട. അവർക്കത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളത് നമ്മുടെ ഈ വീഡിയോയിൽ കുറേ സുഹൃത്തുക്കളെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ഈ സാധനം ഹറാമാണ്. അപ്പോൾ അതിന് വേറെ ആൾക്കാർ അത് അറിയാം. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. നമുക്കങ്ങനെ ഇതല്ല എല്ലാവരും. നമുക്കങ്ങനെ ഇല്ല. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അത് അവരുടെ ആചാരങ്ങൾ നമ്മുടെ കൂട്ടുകാർ തന്നെയല്ലേ അവർ. ഇവരുടെ ആചാരങ്ങളും അല്ലെങ്കിൽ അവരുടെ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളതിൽ അല്ലേ, ശരിയല്ലേ? നമ്മുടെ വീഡിയോ കാണുന്നത് തൊട്ട് മിക്കതും അങ്ങനെ സുഹൃത്തുക്കൾ അങ്ങനെ അവിടെ ഉള്ളവരാണ്. പുറത്തുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ മുസ്ലിം സുഹൃത്തുക്കളായി എന്നെ ഡെയിലി മെസ്സേജ് അയക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുകളുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പോൾ ഹെഡിങ് വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ പന്നിക്കറി സ്പെഷ്യലിന് വയ്ക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് കാണണ്ട കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞു. മഞ്ഞപ്പൊടി ലേശം ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. കാരണം ആ കുത്താണ് പോയത്. എടാ നീ പോയിട്ട് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുടിച്ചിട്ട് അന്ന് മേടിച്ചത് എടുത്തില്ലല്ലോ. എവിടെ അന്ന് മേടിച്ചോണ്ടൊന്നുമില്ല. ഞാൻ പോയി ഒന്ന് കൊടുത്ത് മേടിച്ചല്ലേ. അന്ന് നീ പോയി മേടിച്ചോ. ഞാൻ ഒരാള് പോയപ്പോ ഇവനൊരു ഓയിൽമെന്റ് വാങ്ങണം ചേട്ടാ. ഇവന് ഒരു ഓയിൽമെന്റ് വേണമെന്ന്. ഈ നടപ്പ് എനിക്ക് ഒഴിവാക്കണം. ഇങ്ങനെയല്ലേ ഇപ്പൊ നടക്കണം? എങ്ങനെയാണ് ഇപ്പൊ ആരെങ്കിലും പിടിച്ച് തല്ലിയിട്ട് പോയാൽ പിന്നെ വെട്ടി കിടക്കണ്ട. ഇന്നലെ എങ്ങനെയാണ് അവിടെ നിങ്ങൾ നടന്നോണ്ട് എങ്ങനെ എവിടുന്ന്? അവിടുന്ന് ഇങ്ങനെ കളിയാക്കട്ടെ നിനക്കൊക്കെ ഈ പാടാന്നോട്ടാ. ഞാൻ കേറണ്ടാന്ന് പറഞ്ഞമ്മ. ഞാൻ കേറാൻ നിന്ന പറഞ്ഞ ഇല്ല ശനെ, ഇത് ഞാനേറ്റ്, ഇത് എനിക്ക് കയറിയേ പറ്റൂ. വലിഞ്ഞു മോളിൽ ചെന്നവൻ പെട്ടെന്ന് കയ്യൊക്കെ കയ്യോ പറ്റൂ എന്നൊക്കെ പറഞ്ഞു എല്ലാരും ഊരിപ്പോയി കൈമെന്ന്. കെട്ടിപ്പിടിച്ചാണ് അടിയിൽ വരെ എത്തിയത്. കെട്ടിപ്പിടിച്ച് വന്നെ കാണാനുണ്ടല്ലോ. ഇനി പിടിച്ച പിടുത്തം എന്നെ വിട്ടിട്ടില്ല. ഇനി ഞാൻ കെട്ടിപ്പിടിക്കുക. ഇനി ഒരിക്കലും കെട്ടിപ്പിടിക്കരുത്. കെട്ടിപ്പിടിക്കത്തില്ല എന്റെ പോറ്റ്. കൈ വിട്ടാ ഇത്രയല്ലേ പറ്റി. നമുക്കൊന്ന് ആശ്വസിക്കാം. ആശ്വസിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു പോയി. മൊത്തം പോകും. എന്നാടാ അവനുണ്ടാവുമ്പോ അത് എവിടെ അങ്ങനെ മടുക്കുമ്പോഴാ അതുണ്ട് അവനുണ്ടാവോ. ഏയ് മധുര എടുത്തോ.
എന്നാ വെള്ളം ലേശം കൂടി വേണ്ടി വരും. വേവട്ടഞ്ഞ് കിടന്നാണ്ട് വെട്ടി തിളച്ച് വേവണം. അപ്പം നെയ്യൊക്കെ കുറേ കൂട്ടി. അതെ ഇതിനകത്ത് വന്ന് തല്ലിയിട്ട വിവരം അറിയിട്ടോ കൂട്ടുകാരാ. മാറിന്നോ ഞാൻ രാവിലെ തൊട്ടേ ഒന്നും വെച്ചിട്ടുള്ള നീയൊക്കെ എന്നെ പണി ചെയ്യാവുന്ന കാണാം. ഞാൻ ശരി ഉപ്പുമാവ് വരെ തിന്നു. തീർക്കണോടി ആ അത് ഇതാ ഇത് കൂടിയ പാർട്ടിയാ. കൊടുത്തിട്ട് അവക്ക് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവള് നീ മോന്ത കുപ്പിയില്ല. തിന്നില്ലെങ്കിൽ മോന്ത ഞാൻ അടിച്ച് പരത്തൂട്ടാ. അതൊന്നും പറ്റില്ല. കുഴപ്പമില്ല, നിനക്ക് വിധിയാകാം. അത് തിന്നാ കുറച്ച് അതിന്റെ പിന്നെ തരാട്ടോ. ഇറച്ചി മേടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇറച്ചി കൂട്ടി തരാവേ. വയറ് നിറച്ച് തരാം. ഇത് തന്നെ അത് അമ്പോ അത് തിന്നോ. ഇത് തന്നെയാടാ അതും. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാകും? ഇത് തന്നെ അതും. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ ചത്തു. ഇതിന്റെ കൂടെ വന്ന 9 കുട്ടി ഉണ്ടായിരുന്നു. അതിനകത്ത് 6 ചാല 8 ചത്തു. 7 ചത്തു. 2 ഞാൻ ഇത്തിരി തിന്നാൻ കൊടുത്ത ആഗ്രഹം കൊണ്ട് ജീവിച്ചിരുന്നു. അതും ചത്തന്നെ. ഒരെണ്ണത്തിന് ഞാൻ ആ പുല്ലിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വന്നേ. ഹലോ, ആ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം അടിച്ചുവിടുന്ന അറിയാമോ? ഈ കാറ്റ് കൂടി അപ്പൊ ഈ രാജാവിങ്ങനെ വീണു. എന്താ ഒരു അടി തന്നെ പിന്നെന്താ പട്ടം നല്ല പോയി വെട്ടി കയറുമ്പോഴത്തെ താങ്ങി കൊണ്ടുവരാം എന്നുള്ളതല്ലേ ഉള്ളൂ. ഈ എവിടെ ഇങ്ങനെ ചെറിയ അതിനുള്ളൂ. അതങ്ങ് വെട്ടിയിട്ട് മടങ്ങി അവിടെ കെട്ടി വെക്കാം. അയ്യോ പോയി താങ്ങി അടുത്തോണ്ട് പോന്നാ പോരെ. തണുപ്പല്ലേ പോലെ അവനാണ്ടില്ല. അല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ. തണുപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ടമാനം ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാണ്.
ഈ തണുത്ത കാലാവസ്ഥ ആന തണുത്തായിരിക്കണേ. ഈ സമയത്ത് നമ്മൾ ഇതിനെ കടത്തി മണിക്കൂർ കണക്കിന് കടത്തിയിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകൾക്ക് അത് പറ്റില്ല. വാദം മറ്റുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആന ചൂടാവണം. അതിന് വെയിലെന്ന് പറഞ്ഞ സാധനം ഇല്ല. പിന്നെ തണുപ്പ്. ഈ തണുത്തിരിക്കുന്ന കാലാവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്നത് വാഴപ്പിണ്ടി. അപ്പോൾ ഒന്നുകൂടി കണക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ 2-3 മണിക്കൂറോ 4 മണിക്കൂറോ കിടത്തി ആനനെ കഴുകുകയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് വരും. ഇതിൻ്റെ Oi. 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 എന്താ പറയാമോ, റേഞ്ച് ഉണ്ടെങ്കിൽ വിളി കേൾക്കും, റേഞ്ച് വിളി കേൾക്കില്ല. അപ്പൊ നെറ്റ്വർക്ക് കാപ്പം നോക്കി കണ്ടൊക്കെ ചെല്ലണം. ആൾക്കാർക്ക് ശരിക്കുള്ള ഭയങ്കര പാവാന്ന്. അത്ര പാവൊന്നല്ല. കൊമ്പമ്മയാണ് ഫുള്ള് പരിപാടി. ആ കൊമ്പമ്മ പിടിക്കുന്ന ആൾക്ക് ഇഷ്ടമല്ല. കുഴപ്പമില്ല. അമ്മ കണ്ടാലും വിഷയമൊന്നുമില്ല. ഇതങ്ങനെ പിന്നെ അമ്മ വിഷയത്തിന്റെ അതിപ്പോ വിഷയമുള്ള കാര്യമല്ലല്ലോ. ഞങ്ങൾ അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ഇങ്ങനെ നോക്കൂല. ഇത് നമുക്കറിയാം. ഞങ്ങളുടെയും കയ്യിൽ നിന്ന് അവിടെ ഇവിടെ ഓരോ സ്ഥലത്തുള്ള ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ അങ്ങനെ പോയിട്ടുള്ളത്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊന്നും വലിയ കാനുള്ള കാര്യമല്ല. അത് സമയം അത് കൈ പിടുത്തപ്പെട്ടിട്ട് താഴത്തേക്ക് ഇരിക്കൂത്ത വീണെങ്കിലോ തണ്ടലൊടിഞ്ഞെങ്കിലോ കൈയും കാലും പോയെങ്കിലോ അപ്പൊ അതിലും വലുതല്ലേ ഇത്. ഒരു വിഷയമല്ല. അമ്മ ഉണ്ടായാലും പേടിക്കാനൊന്നുമില്ല. അമ്മ വീഡിയോ ഉണ്ടാ ഞാൻ അമ്മ പേടിക്കൊന്നും വേണ്ടാട്ടാ. ചക്കനെ ഞങ്ങൾ കുഞ്ഞു പോലെ നോക്കുന്നുണ്ട്. യാതൊരു അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും. ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇന്ന് സ്പെഷ്യൽ പന്നിക്കറിയാണ്. വിഷയം മാറ്റണ്ട. വിഷയം മാറ്റില്ലേ. അപ്പൊ ഇന്ന് പന്നി കൂർക്കെ പോർക്കും കൂർക്കേ. അല്ല ബാക്കി സ്ഥലത്തൊക്കെ പറ്റി തന്നു. ഇത് പറ്റാൻ പറ്റാത്തടത്ത് പോയി പറ്റും. അതവിടെ പോയി എന്താ ചെയ്യ മൊത്തോട്ടല്ലോ പറഞ്ഞിട്ടില്ല. ഞാൻ അതാണ് പറയണത്. നിങ്ങൾക്ക് പനേനെ നമ്മുടെ ആനയ്ക്ക് ഇപ്പൊ പട്ട വേണമെന്നോ അല്ലെങ്കിൽ പിണ്ടി വേണമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ എന്ത് വേണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ല. ആന തിന്നണത് എന്തായാലും മതി. നിങ്ങൾ നിങ്ങളുടെ ശരീരം നോക്കൂ, നിങ്ങളുടെ കൈയും കാര്യം നോക്കൂ എന്ന് പറയും. പിന്നെ എന്താ ചെയ്യത് വരുന്നത് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ആരും വിളിച്ചു കയറ്റിയതല്ല. ആദ്യം ഒരെത്തുമ്പോ കേറിയിട്ട് പകുതിയായപ്പോ ഇറങ്ങിയപ്പോ എന്നെ പറഞ്ഞു ഇനി വലുതുമ്പോ നീ കേറണ്ട, ചെറുതുമ്പോ കേറി പഠിക്കും. ചേട്ടാ ഞാൻ കേറും ചേട്ടാ എന്ന് പറഞ്ഞിട്ട് കേറിപ്പോതാ. അവനൊരു ആനക്കാരനാവും. രണ്ടാമത്തെ പനയമ്മ കേറി ഏറ്റവും കയ്യമ്മ പിടിച്ച് വലത്തെ കൈ കൊണ്ട് പിടിച്ച് ഇടത്തെ കൈ പൊന്തണില്ല, പൊന്തിയില്ല. ശനി ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ അങ്ങടെ പൊന്തിയിലെന്ന്. ആ പൊന്തിയിലെന്ന് പറഞ്ഞപ്പോ കയ്യിലുണ്ടായ പിടുത്തക്കാരും കളഞ്ഞ് തളപ്പൂരി കളഞ്ഞാവില്ല പോയതാവൂ. പിടുത്തക്കാരൻ പോയി. അപ്പൊ തളപ്പ് പിന്നെ പിടുത്തക്കാരില്ലാതെ ആൾക്ക് തളപ്പ് മാത്രം ഇരിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ തളപ്പ് അങ്ങനെ കളഞ്ഞിട്ട് എന്ത് ചെയ്ത് കെട്ടിപ്പിടിച്ചങ്ങനെ എന്നിട്ട് ഊർന്നിങ്ങോട്ട് പോകും. അങ്ങനെ ഏറ്റവും അടി വരെ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി താങ്ങി പിടിച്ച് വെട്ടത്തി മോളി തൂങ്ങിപ്പോയി. ഒന്നും നിന്നോട് പറഞ്ഞപ്പോ എന്താ നീ തിരിഞ്ഞു പോണേ? ഇന്നലെ നിനക്ക് അമ്പലനാടയില് പോണില്ലേ? ഇന്നലെ അമ്പലനാടയില് എന്നായിരുന്നു പരിപാടി? എന്നായിരുന്നു പരിപാടി അമ്പലനാട? ഞാൻ ചോദിച്ചേ ഇപ്പൊ നടക്കുമ്പോ എങ്ങനെ തെരി പോണില്ലേ? ഇപ്പൊ നടക്കുമ്പോ നല്ല സുഖമുണ്ട്. തെരി പോവുകയാണ്. തെണ്ടി തിരിഞ്ഞു കണ്ട പട്ടിയാളുടെ കൂടെ നടന്നു കേടും വീട്ടിൽ കയറ്റില്ലാത്ത കുടുംബത്ത് കയറ്റില്ലാത്ത ഇന്നലെ കാണിച്ച പരിപാടി കുടുംബത്തെ കയറ്റാൻ പാടില്ലാത്ത. പിന്നെ ഞങ്ങള് പോണോണ്ടാ അവള് പോയി അവളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവള് അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് വെണ്ടാണ്ട് പോയി കിടക്കുന്നത് എന്ന് പറഞ്ഞ കഴിക്കാൻ നടക്കല്ലേ. അവിടെ പോയി ഞാൻ കഴിച്ചിട്ട് നടക്കും. കടന്നോളാൻ കൂർക്ക അതിലേക്ക് ഇടുവാണ്. അതിലേക്ക് ഇടുവാണ്. അതിലേക്ക് ഇടുവാണ്.
അത് ഓരോരുത്തർ കറി വെക്കണത് ഓരോ രീതിയാണ്. നാളെ ഇവ വെക്കും. ഓർക്ക് മേടിക്കണ്ടേ? എന്നിട്ട് വെക്കണ്ടേ? അരക്കിലോന്റെ ഒരു മെറ്റിലിട്ട് വെക്കണം. ഞാൻ പക്ഷേ ഇവിടെ നിന്ന് ഇരിക്കുകയാണ്. അതൊന്നും ഇന്നലെ ഇന്നാണ് ഇന്നലെ പോയത്. അല്ല ഞാൻ മുട്ട കുടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാ അറിയുന്നുണ്ട് 26 ആള്. അതായത് പട്ട വട്ടാനും പിണ്ടി വട്ടാനും അതിനൊക്കെ ആയിട്ട് 26 ആള് മാറി. ആ ഈ ആന പഴിച്ചതിന് ശേഷം 5-6ാമത്തെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങൾ വന്നേക്കണത് എല്ലാവരും. ഇതുവരെ നിന്ന ആൾക്കാരൊന്നും ഇവിടുന്ന് ഇവരായിട്ട് പോയതല്ല, ഞാനായിട്ട് പറഞ്ഞു വിട്ടതാ. എനിക്ക് ഇവരുടെ രീതികൾ പറ്റണില്ല. നമുക്ക് ഇതൊരു വീടാണ്, നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒതുങ്ങി അവനവൻ്റെ കാര്യം നോക്കി. ഇതങ്ങനെയല്ല. ഇവര് ഞാൻ ഇവിടുന്ന് പോകണം നോക്കി നിൽക്കുവാനും മേടിക്കാൻ, എന്നിട്ട് തമ്മിൽ കിടന്ന് പോരെ പ്രശ്നങ്ങൾ. ഇവരെ വിശ്വസിച്ചല്ലേ നമ്മൾ പോണത്. എനിക്ക് സമാധാനം സ്വൈര്യമില്ലാണ്ട് ഭക്ഷണത്തിനോട് ഒരു കുറവ് ഞാൻ പറ്റാറില്ല. പൈസ ഒക്കെ എല്ലാവരും കൊടുക്കണേക്കാളും കൂടുതലാണ് ഞാൻ കൊടുക്കാറ്. ഇതെല്ലാം മേടിക്കും ഒക്കെ ആ നിൽക്കണ സമയത്തൊക്കെ ചെയ്യും. എന്നിട്ട് അടുത്ത സ്ഥലത്ത് പോയിട്ട് പറയും എനിക്ക് അവിടെ പോയിട്ട് അത് തന്നില്ല എന്ന് പറഞ്ഞ് നടക്കും. നമ്മുടെ ആനക്കാർ കുറേ എണ്ണങ്ങളുണ്ട്. ഒരു ആനയ്ക്ക് പോലും ശീലമായിട്ട് നിൽക്കില്ല. കുറേ ആൾക്കാരുണ്ട്. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കാം. പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് എനിക്കത് പറ്റില്ല എന്ന് പറയുക. ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിൽ അവിടെ സുഖമായിട്ട് അങ്ങനെയാണ് നിന്ന് പോകും. അതന്നെ, അതിനാണ് ഈ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോഴെങ്കിലും കുറെ ആൾക്കാർ വന്നിരിക്കുക, അല്ലെങ്കിൽ കുറെ ആനപ്രേമികൾ വന്നിരിക്കുക, കുറെ മദ്യം കുടിക്കാൻ നമ്മൾ നമ്മുടെ സ്വന്തം അയലക്കാരായാലും ആൾക്കാരായാലും ആരെ കൊണ്ട് നമ്മളെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ ആൾക്കാർക്ക് വലിയ കാര്യങ്ങളില്ല. അത് തന്നെയല്ലേ മുതലാളിമാരും ആഗ്രഹിക്കുന്നത്. അവരൊരു മുതലേ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ പിന്നാലെ തിറ്റിട്ട് അതിന് പകുതി ആൾക്കാരും എന്നിട്ട് പറയാ നമ്മുടെ ആൾക്കാർ തന്നെയാ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ തന്നെ കുറെ പിള്ളേരുകളും കുറെ ആൾക്കാരും, പിള്ളേര് മാത്രമല്ല കുറെ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇപ്പോഴും ശരിക്കും നേരം എടുത്തിട്ടില്ല. കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് അവരവരുടെ ആനയെ നോക്കി കാര്യങ്ങൾ നോക്കി വർഷങ്ങളായിട്ട് ഓരോ മുതലാളിമാരെടുത്ത് അങ്ങനെ നിന്ന് പോവാണ്. യാതൊരു വിഷയങ്ങളും ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളിനെ മനസ്സിലാക്കി, മുതലാളി തൊഴിലാളിനെ മനസ്സിലാക്കി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയില്, അല്ലെങ്കിൽ എൻ്റെ തൊഴിലാളിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ മുതലാളി സഹായിച്ചു, ആ ഒരു തൊഴിലാളിക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മുതലാളിയെ ചോദിക്കാം, ചേട്ടാ എനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പണി കാണിച്ചു കൊടുക്കണം. നമ്മൾ 8 മണിക്കും 10 മണിക്കും തറി കയറി ആനയുടെ കാര്യങ്ങളൊക്കെ തോന്നണ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഏത് പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാലും സ്വൈര്യവും ഇല്ല, ഇവരെ കൊണ്ട് അവിടെ പട്ടയില്ല, ഇവിടെ പാളില്ല, എനിക്ക് അവിടെ ചോറ് കിട്ടിയില്ല, ഇവിടെ കമ്മിറ്റിക്കാരെന്നെ കണ്ണു തുറപ്പിച്ചു, അവിടെ ഒരാളെന്നെ ഇങ്ങനെ കാണിച്ചു, അവിടെ പ്രശ്നം ഉണ്ടാക്കുക, ആന ആ പരിപാടി എടുക്കാണ്ട് ഇങ്ങോട്ട് പോരുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പൂരപ്പറമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പല പ്രശ്നങ്ങളും പൂരപ്പറമ്പിൽ ചെയ്യുമ്പോൾ പല ആൾക്കാരും പല രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കും. നമ്മുടെ പരിപാടി ആവശ്യം എന്താണ്? അവിടെ പോവുക, പരിപാടി എടുക്കുക, പോരുക. ഞാൻ കാര്യം പറയട്ടെ, രാവിലെ നമ്മളിപ്പോൾ ഒരു 6 മണിക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഒരു പരിപാടി ഇല്ല. നമ്മളിവിടുന്ന് വെളുപ്പിന് 2 മണിക്ക് എണീറ്റ് ആനയും കഴുകി കാര്യങ്ങളൊക്കെ ചെയ്ത് ആനയെ വണ്ടിയിൽ കയറ്റി ഇവിടുന്ന് അവിടെ ലോറിയിൽ പെട്രോൾ ഡീസലും അടിച്ച് അവിടെ ചെന്ന് കമ്മിറ്റി സ്ഥലത്ത് ചെന്നു. വൈകുന്നേരമായി പരിപാടി സ്ഥലത്ത് ചെന്നിട്ട് എന്തെങ്കിലും എനിക്ക് ചോറ് കിട്ടിയില്ല, ഞാൻ പരിപാടി എടുക്കില്ല, ഞാൻ ആനയെ കൊണ്ട് പോരുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യാണ്. എനിക്ക് അവിടെ ചെന്നപ്പോൾ ആന എൻ്റെ കൂട്ടം നിർത്തിയില്ല, ഞാൻ ആനയെ വിളിക്കില്ല, പോരുകയാണ്. അപ്പൊ ഈ കഷ്ടപ്പെട്ട് ഒരു ദിവസം പകുതി എന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ ഒരു പറ്റാകാശം തരുമോ? ആ കാശ് നമുക്ക് മുതലാളി തരുമോ? അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത ദേഷ്യം കാണിച്ചിട്ട് വെറുതെ ആ പരിപാടി മുടക്കി പോന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അവിടെ എന്താണ് വിഷയം? ഭക്ഷണമല്ലേ, കാശ് കൊടുത്ത് കഴിക്കുക, പട്ടയില്ലേ, നമ്മൾ പോയി വെട്ടുക. നമ്മുടെ ആനയ്ക്ക് അവിടെ ചെന്നപ്പോ തീറ്റയില്ല, ശരി വേണ്ട, നമ്മുടെ ആനയ്ക്ക് എല്ലാ ദിവസം നമ്മളല്ലേ ആ തീറ്റ നമ്മൾ പോയി വെട്ടി. എന്നിട്ട് ചേട്ടാ അവിടെ മുതലാളിട്ട് പറഞ്ഞു, ചേട്ടാ അവിടെ പോയി നമുക്ക് തീറ്റ തന്നില്ലേ, ഞങ്ങൾ തീറ്റ വെട്ടിയിട്ടുണ്ട്, അപ്പൊ എന്നാ തീറ്റ കാശ് കാശ് നിങ്ങളെ പറ്റി പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ നിസാര കാര്യങ്ങൾക്ക് പൂരപ്പറമ്പിൽ പോയി കിടന്ന് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മേത്ത് ആരെങ്കിലും വന്ന് തൊട്ടാ പിന്നെ വെറുതെ വന്നിട്ട് വന്ന് മകിട് കയറി കഴിഞ്ഞാൽ അത് മേടിച്ചോണ്ട് നമുക്ക് പോരാൻ പറ്റുമോ? പിന്നെ നമ്മുടെ അടുത്തേക്ക് ആരും അങ്ങനെ വരില്ല. കാരണം നമ്മളെല്ലാവരും ആൾക്കാരുകളും അറിയണമെന്നല്ലേ. നമ്മൾ പൂരപ്പറമ്പിൽ പോയി കച്ചവടത്തിൽ നിൽക്കാറില്ലല്ലോ ആരോടും. നമ്മുടെ കാര്യം എന്താണ്, നമ്മൾ എന്താ എടുത്തിട്ട് നമ്മൾ പോരുന്നു. നമ്മളോട് എല്ലാ ദിവസം പണിയെടുക്കണുണ്ട്, ആവശ്യത്തിന് നമുക്ക് ഉറക്കമല്ലേ? ആനയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണില്ലേ? നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണില്ലേ?
മുതലാളിക്ക് നമ്മളെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമ്മളെ കൊണ്ട് മുതലാളിക്ക് ഇല്ല, മുതലാളിക്ക് നമ്മളെ കൊണ്ടും ഇല്ല. ആനയെ കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്രയൊക്കെ പോരെ? സമാധാനം ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പണി തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അവരവർ ചെയ്യുകയാണെങ്കിൽ ഒരു വിഷയമല്ല. അപ്പൊ നിന്ന് പോകാൻ പറ്റും. ഇത്ര നിന്ന പിള്ളേരെയൊക്കെ ഞാൻ വലിയ കുറെ ആൾക്കാർ നിന്ന് പോയി. എനിക്ക് പറ്റാത്ത ആൾക്കാരെ ഞാൻ നിർത്തില്ല. ഏത് നേരം ഫോണും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വാഴ അല്ലെങ്കിൽ ഒരു പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് വന്ന സമയം നോക്കിയിട്ട് നമ്മളിരിക്കണേ. ഇവര് രാവിലെ 11 മണിക്ക് പോയത് 4 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാക്കി പണി നടക്കുമോ? എപ്പോൾ നോക്കിയാലും ഓൺലൈനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ ബിസി. വാഴ അവിടെ പണി ഒരു ഉത്തരവാദിത്തം വേണ്ടേ? കാശ് എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ കിട്ടുന്നത്? ഇവിടെ ഇപ്പൊ എങ്ങനെ ചെയ്യണേ? സാധാരണ ആൾക്കാരെ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആള് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 1000 വീതം 3 ആൾക്ക് 3000 തന്നു. ബാക്കി 3000 പോക്കറ്റിൽ വയ്ക്കുക. അത് ഒന്നാമനല്ലേ? ഇത് ഞാൻ പറയുമ്പോൾ കുറെ ആൾക്കാർക്കൊക്കെ പൊള്ളും. കാരണം കിട്ടുന്ന കാശൊക്കെ അവർ വീട്ടിൽ കൊണ്ടുപോകണം. പിള്ളേർക്കുള്ള 10 പൈസ കൊടുക്കില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യണത്? നിങ്ങൾ കണ്ടോണ്ടിരിക്കണല്ലേ? ആ 6000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 1500 രൂപ നിനക്കും തരുന്നുണ്ട്, 1500 രൂപ നിനക്കും തരുന്നുണ്ട്, അവനും 1500 കൊടുക്കുന്നുണ്ട്. ഈ 1500 തന്നെ ഞാനും എടുക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരുപോലത്തെ ഉത്തരവാദിത്തം ഉണ്ട്. ഇപ്പൊ വീഡിയോയിൽ ഇപ്പോഴല്ലേ പറയുന്നത്. ഞാൻ പരിപാടി ഇപ്പൊ എത്ര കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കറക്റ്റായിട്ട് തരുന്നില്ലേ? നമ്മളങ്ങനെ ചെയ്യാറ്. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട്. നമ്മൾ അതുപോലെയാണ്. ഈ പണി എൻ്റെ കുടുംബം മാത്രം കഴിഞ്ഞാൽ പോരാ. ഇതമ്മ 2 ആളെ വെച്ചിട്ട് ഈ പണി എടുത്താൽ ഈ പറഞ്ഞ കാശ് എനിക്ക് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് 2 ആൾക്ക് എടുത്തുകൂടെ? ആനേനെ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആകട്ടെ വിചാരിക്കുക. ഞാൻ ആനേനെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ കിട്ടുന്ന കാശ് ഇത്തിരി കൂടിയാലും 2 ആളെങ്കിൽ 2 ആൾ കൂടി വന്നാൽ അവരുടെ കുടുംബം കൂടി അരി മേടിച്ച് നമുക്ക് അത്ര സന്തോഷം. 4 ആളുണ്ടെങ്കിൽ ആനയുടെ കാര്യം അത്രയും നന്നാവൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 4 ആൾ വെച്ചേക്കുന്നത്. നമുക്ക് കിട്ടുന്ന ശമ്പളം കുറഞ്ഞിട്ടാണ് നിങ്ങളെയും കൂടി വെച്ചേക്കുന്നത്. കുറഞ്ഞാലും വേണ്ടിയില്ല. ഇക്കൊല്ലം നമുക്ക് ഒറ്റ ടാർഗറ്റ് ഉള്ളൂ. ആന നല്ല രീതിയിൽ പരിപാടി എടുക്കണം. ഈ ആനയുടെ പേരിൽ കുറെ പൊട്ടപ്പേരുകൾ ഉണ്ട്. അതൊക്കെ മാറണം. ആന സ്വന്തം ഒരു ഇതായിരിക്കണം. ആർക്കും ഒരു ആപത്ത് പറ്റരുത്. നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പണിയെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റുള്ളവർ ഒരാളുടെ കാര്യം അന്വേഷിക്കാൻ നമ്മൾ കൊണ്ട ആവശ്യമില്ല. കുറെ പിള്ളേരൊക്കെ ഇതുപോലെ ചിന്തിച്ചാൽ അവരവർക്ക് കൊള്ളാം. നമ്മൾ ഈ 6 മാസം പൂരപ്പറമ്പിൽ പോയി ഉറക്കൊളിച്ച് ആകെ ഇതാക്കി നടന്നിട്ട് 10 രൂപ കാശ് കിട്ടണത് കറക്റ്റായിട്ട് അവരവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചാൽ അവർക്ക് കൊള്ളാം. കൈ കാലം ഒടിഞ്ഞ് കിടന്ന ഒരു മനുഷ്യനും ഉണ്ടാവില്ല. കൂടെ കുടിക്കാനും തോളത്തിട്ട് കൈ ഇട്ട് കിടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ പണിയെടുത്ത് 10 രൂപ കാശ് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അതൊരു ഗുണം ഉണ്ടാവും. ഞാൻ വന്നിക്കണം എൻ്റെ പിള്ളേരുടെ. എനിക്ക് പറ്റാത്ത ആൾക്കാരെ ഞാൻ നിർത്തില്ലേ. ഒന്നുമില്ല, വേറെ വിഷയങ്ങളൊന്നുമില്ല. അതെ, ഷർട്ടും മുണ്ട് കൊടുത്തോളൂ. ഒരു പ്രാവശ്യം പറയും, 2 പ്രാവശ്യം പറയും, 3ാമത് പിന്നെ പറച്ചിലില്ല. കൊളക്കാനുള്ള കാശ് കണക്കൂട്ടി ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കറക്റ്റ് ഡേറ്റ് ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. ഇത്ര കാശ് നിനക്ക് ഇത്ര തരാനുണ്ട്, ഇത്ര കാശ് ഇത്ര തരാനുണ്ട്, കാശ് പിടിച്ച് പോയി. ഇവിടുത്തെ പോയവരൊക്കെ എനിക്ക് 2000-3000 വെച്ച് ഇങ്ങോട്ട് തരാനുള്ളൂ. അങ്ങോട്ട് കൊടുക്കാൻ ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു പോവാ. ലാസ്റ്റ് അടിച്ചൊക്കെ ഒരു 4-5 കൊല്ലമായിട്ടുണ്ടായിരുന്നാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റേ പിടിയാനോട് കൂടുതലുണ്ടായിരുന്ന അവനെ ഞാൻ ആവുന്നത്ര ഞാൻ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തി. ഫുൾ ടൈം ഫോണിലുള്ള നമുക്കിവിടെ കാര്യങ്ങൾ നടക്കണ്ടേ? അവനൊരു എനിക്കറിയില്ല, ഒരു പ്രായമാണെന്ന് പറയണ. ഏത് നേരം ഇങ്ങനെ ഫോൺ വിളിച്ചില്ല, പേര് പറയില്ല. ഒരുത്തൻ കുറെ കാലമായിട്ടുണ്ടായിരുന്ന ടാറ്റ വിട്ടോ, കാശ് കണക്ക് തരാൻ ഇപ്പം ഇങ്ങോട്ട് തരാൻ. എന്നിട്ട് ഞാൻ 2500 അങ്ങോട്ട് കൊടുത്തു വിട്ടു, പോയിക്കോ. അത് കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം എത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ പുറകെ നിങ്ങൾ എത്തി. ഇപ്പോൾ ഒരു ടീമായി. ഈ ടീം എനിക്കിഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പക്ക ക്ലിയറാണ്. എല്ലാ കാര്യങ്ങളും പക്കയാണ്. ആനയുടെ കാര്യങ്ങൾ പക്ക ഭംഗിയായിട്ട് പോകണം. എല്ലാ കാര്യങ്ങളും നമ്മൾ സന്തോഷം, മുതലാളി സന്തോഷം, ആനയെ സന്തോഷം. അതുകൊണ്ട് നമ്മൾ ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് പോയി പിടിക്കില്ല. കാരണം എന്താണെന്ന് അറിയുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടുത്തെ വലിയ തലമൂത്ത കുറേ പഴയ ആനക്കാരെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ എപ്പോഴും ആ കൂടെ പിള്ളേർക്ക് 10 പൈസ കൊടുക്കില്ല. പേരൊക്കെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അവരായിട്ട് മാറി അവർക്ക് കൊള്ളാം. കാരണം കൂടെ ഒന്ന് പിള്ളേർ പണിയെടുത്തിട്ട് പ്രാവിയിട്ട് അവർക്ക് കാശ് കൊടുക്കാണ്ട് പ്രാവിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. അത് ചെയ്യണമുണ്ട്. ഞാൻ പറയണത് അവർ പണിയെടുക്കുന്ന പൈസ അവർക്ക് കൊടുത്തോട്ടെ. പിന്നെ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ അതിന് നിൽക്കണ്ട. അവരുടെ കാശ് ഒരു കൂലിക്കാശ് കണക്കാക്കി അവർക്ക് കൊടുത്തോട്ടെ. ഞാൻ പിന്നെ ചെയ്യണത് പണി പഠിക്കാൻ വന്നവനാണെങ്കിലും പണി അറിയണവനാണെങ്കിലും ഒറ്റ കാശ് കൊടുക്കണേ. ചിലർ പണി പഠിക്കാൻ വരുന്നില്ല, അങ്ങനെ വിളിച്ച് നിർത്തിയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതിയില്ല. നമുക്ക് നമ്മുടെ കാര്യം നടന്നത്. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ വീടും കുടുംബം ഉണ്ട്. നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർക്ക് 10 രൂപ കിട്ടണം.
അപ്പൊ ഞാൻ പണി പഠിക്കാൻ പറ്റുന്നവർക്കും പണി പഠിക്കാൻ എല്ലാവർക്കും കാശ് കൊടുക്കും. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഒരു സ്ഥലത്ത് കിട്ടുമ്പോ കുറച്ച് കാശ് കൂടുതലാവുമ്പോ വിഷമം വരില്ലേ? ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു, ഒരു പറവൂരം കണ്ടുള്ളതാ. അപ്പൊ അവനൊരു ജീവിതത്തിൽ 10 പൈസ ഒരാൾ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടാവില്ല. അവന് പരിപാടിയും ശമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് പോയിപ്പോ അങ്ങാണ്ട് നല്ല മുടിഞ്ഞ ചെലവ്. അവനാണെങ്കിൽ എന്ന് ചെലവ് 500 ആട്ട് 200 ആട്ട് 300 ആട്ട് ചെലവ്. എന്നിട്ടും പോയപ്പോ 12,000 കൊണ്ടാ പോയത്. ആണെങ്കിൽ 1.5 മാസം നിന്നിട്ടുള്ളൂ കേട്ടാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ആൾക്കാർ എൻ്റെ അടുത്ത് നിൽക്കും. എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പണിയെടുക്കേണ്ടി വരും. പണിയിൽ കള്ളത്തരവും ഉണ്ടായിപ്പും പിന്നെ ഈ പൂരപ്പറമ്പിൽ ഇങ്ങനെ അടിച്ച് പിറ്റായി അതൊന്നും നമ്മുടെ അടുത്ത് നടക്കില്ലേ. നമുക്കൊരു ഓർഡർ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റം അനുസരിച്ചുള്ള ആൾക്കാരെ എൻ്റെ കൂടെ നിൽക്കും. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ നിർത്തും. എൻ്റെ കൂടെ എപ്പോൾ ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും. എൻ്റെ കൂടെ ആന കഴിക്കുമ്പോൾ ഒന്നും ഞാൻ വേറെ കുറേ അല്ലെങ്കിൽ വലിയ പ്രഗത്ഭരായ ആനക്കാരൊന്നും എൻ്റെ കൂടെ ഉണ്ടാവാറില്ല. ഞാൻ വലിയ ഫേമസ് ഇല്ലാത്ത പേരും പ്രശസ്തി ഇല്ലാത്ത പണി എടുക്കുന്ന പിള്ളേരുകളുണ്ടല്ലോ, നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തോ. നിങ്ങളൊക്കെ ഞാൻ ഓരോ സ്ഥലത്തും തപ്പി പിടിച്ചല്ലേ, നിന്നെ തപ്പി പിടിച്ചല്ലേ. അതൊക്കെ ഞാൻ ഒരു 10-50 ആൾക്കാരോട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഒരാളെ തപ്പി പിടിക്കുക. എൻ്റെ കൂടെ നിന്ന് പോണ ആൾക്കാരെ ഞാൻ നിർത്തും, സീസൺ ആയാലും അപ് സീസൺ ആയാലും. പിന്നെ തപ്പിയെടുത്തിട്ട് വർഷം കുറേ ആയില്ലേ. ഇവനെ കുറെ വർഷങ്ങളായിട്ട് പിന്നെ എൻ്റെ കൂടെ കയറാനെ തൊട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അത് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മളിങ്ങനെ പറയുമ്പോൾ കുറെ ആൾക്കാർക്കൊക്കെ അത് വിഷമം ഉണ്ടാവും. അത് പറഞ്ഞെന്തിനാന്ന് അറിയാമോ? കൂടെ വെക്കണ പിള്ളേർക്ക് പൈസ കൊടുക്കണം. എന്റെ കൂടെ നിന്നേല് എനിക്ക് ആ 4 കൊല്ലം ഞാൻ ആ പിടിയാനക്ക് നിന്നപ്പോ ഞാൻ പറയാലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞു അനിരുദ്ധ് ആ ചെക്കനുണ്ടായിരുന്നപ്പോ ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യണില്ല എന്നല്ലേട്ടോ പറയണേ, അത് വേറെ രീതി. അത് ഞാൻ അവന് ഫുള്ള് കൊടുത്തേക്കായിരുന്നു. ഇത് ഞാൻ ആർക്കും അങ്ങനെ കൊടുക്കണില്ലല്ലോ. മറ്റേത് ഞാൻ പോട്ടെന്ന് പറയുള്ളൂ. പിന്നെ ഞാൻ വിളിക്കുന്നില്ല എന്ന്, കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം പക്കരിയും. ഒരു കാര്യം നമ്മൾ അറിയണ്ടെന്ന്. അവൻ പോയപ്പോ ഭയങ്കര അടിയായി പോയി. പിന്നെ എനിക്ക് വന്ന പിള്ളേരെ ഒന്നും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു സുഖമില്ല. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോ അവ എപ്പോ വന്നാലും അവന് നമുക്ക് വേക്കൻസി ഉണ്ട്. അത് വിഷയമില്ലേ. അത്ര നടക്കും, നമുക്ക് നോക്കാം. എന്താ ചെയ്യാ. ഞങ്ങൾക്ക് പിന്നെ അവിടെ അമ്പലമായിപ്പോ അവിടെ അങ്ങനെ വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ല. അമ്പലത്തിന്റെ ഉള്ളിൽ ആന നിൽക്കണം. ഇറച്ചി മീനും അല്ലെങ്കിൽ സാധനങ്ങളൊന്നും നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്ന് അവിടെ വന്നിട്ട് ചെയ്ത ആനക്കാരൊക്കെ ഉണ്ടായിരുന്നു, മനസ്സിലായ. ഇമാര് തന്നെ ഈ ചടങ്ങുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ പരമാവധി നമ്മൾ ചെയ്യണം എങ്ങനെയാ. നമ്മളിപ്പോ ഈ ഒരു ചടങ്ങുള്ള അമ്പലത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസം 10 ദിവസം അമ്പലത്തിന്റെ ഉള്ളിലെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് വരുന്ന അമ്പലങ്ങളിൽ പോകുമ്പോ ഈ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളാ സമയത്ത് ഇറച്ചി മീനും കഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് അശുദ്ധിയായിട്ട് പോയി നിന്നിട്ട് ഇതിന് ചെയ്ത് കഴിഞ്ഞാൽ കോപം, അത് നമുക്ക് ശാപമായിട്ട് മാറും. അതേസമയം നമ്മൾ നല്ല വൃത്തിക്ക് നമ്മളെ മനഃശുദ്ധി കൊണ്ടും ശരീരശുദ്ധി കൊണ്ടും കയറിയ ഒരു പരിപാടി എടുത്ത് നോക്കി ഓരായും ഒരു പ്രശ്നവും നമ്മുടെ മകട്ടിക്ക് കയറാൻ പറ്റില്ല. കുറേയൊക്കെ കയ്യിലിരിപ്പിന്റെ ഗുണം കൂടി എന്ന് പറയും. അതൊക്കെ ഇനി ശ്രദ്ധിക്കണം. പണ്ട് കാലത്ത് ആനക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. വാ ഒരു പൊടി കാണാൻ മാട്ട എങ്ക പോയിച്ച് പൊടിയെല്ലാം അവിടെ തന്നെയാണ് അതൊക്കെ അവിടെ തന്നെ. എത്ര ആളെ വന്നേക്കണം നോക്കി. കറി വന്നറിയ രാവിലെ
അത് നീ ആൾക്കാരെ പറയില്ല. അത് കണ്ടായിരുന്നു കണ്ടായിരുന്നു ചോറിങ്ങനെ വെച്ചിട്ട് അത് വിഷയം മാറ്റം കാര്യത്തിലേക്ക് വരൂ. എല്ലാം വിട്ടെ പന്നിക്കറിയാണ് നമ്മൾ തൊടാൻ പറ്റൂല. അപ്പൊ കറണ്ട് അടിക്കും. ഉപ്പിട്ട് അതെ ഇത്ര ഇതിലിടാങ്ങി ബാക്കി ഇടാൻ എനിക്കറിയാട്ടാ. ഉപ്പിട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പിട്ടാന്ന് നോക്കണ്ടേ? ടെസ്റ്ററാണ്. ഇറച്ചിയായിട്ട് തിളക്കിയപ്പോ ഉപ്പ് നോക്കാൻ എത്ര ആൾക്കാരെന്നറിയാം ഇവിടെ. പിന്നെ ഉപ്പ് നോക്കാനല്ലേ എത്ര ആൾക്കാരിരിക്കുന്നത്. അവരൊക്കെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഞാൻ അതിന് നോക്കാം ഉപ്പിട്ട്. രാവിലെ ലൈറ്റ് ആയിട്ട് അപ്പൊ എന്തോ പൊടിയൊക്കെ കൂടെ വീഴാത്ത ഓക്കെ. ഇനി ഒരു 5 മിനിറ്റ് ഒരു മണം അങ്ങനെ നമ്മുടെ സ്റ്റൈലിലുള്ള പോർക്കും കൂറിൽ ഏകദേശം ആയിട്ടുണ്ട്. ഈ പോർക്കും കൂറൊക്കെ എന്തൊക്കെയാ സഹായിച്ച എല്ലാവർക്കും ഹലോ പറഞ്ഞോ. ഞങ്ങ പോർക്കും കൂർക്കാൻ വെച്ചോണ്ടിരിക്കുക. ഞങ്ങളല്ല ഞാൻ. ഞങ്ങ പോർക്കും കൂർക്കാൻ വെക്കണെന്ന്. പറ. വലിയവരെല്ലാം പിടിച്ചെടുത്താ അടിപൊളി. അവിടെ വലിയവരല് അവിടെ തൊട്ടിലുണ്ടെന്ന് പറഞ്ഞ അതിനെ പിടിച്ച് അങ്ങനെ കറി ഇങ്ങനെ കോരി എടുക്കുമ്പോ ഇങ്ങനെ ചില ആൾക്കാർ വെക്കുമ്പോ പച്ചവെള്ളം പോലെ ഇരിക്കില്ലേ, അത് നമുക്ക് പറ്റില്ല. നമ്മൾ ഇങ്ങനെ കനത്തില് ഷാപ്പിലൊക്കെ വെക്കണ പോലെ സീറ്റാണല്ലേ. ഞാൻ ഈ ആനപ്പണിയിലേക്ക് തട്ടട ഇട്ടായി ഞാൻ ജീവിക്കും. തട്ടട ഇട്ടിട്ടായി നമ്മൾ ജീവിക്കും. അതിനേക്ക് ഞാൻ ക്യാഷില്ല നിന്നെയാ ക്യാഷില്ല കണ്ടാ ഇതൊക്കെയാണ് നമ്മുടെ കറികൾ. കണ്ട അങ്ങനെ ഞങ്ങള് മറ്റേ അവര് പറഞ്ഞ പോലെ
മറ്റേ എന്താണ് സാപ്പിടെല്ലാവരും വാങ്ങോ. ഇവിടെ അടുത്തുള്ളവരാരും വരട്ടോ, ആകെ 1.5 കിലോ ഉള്ളൂ. അപ്പൊ ഓക്കെ ഉണ്ട്, ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ട്. ഇനി ഇതൊന്ന് ഇറക്കി വെക്കണം. ആരും ഇറക്കും? ഹലോ ശിഷ്യൻ ചേർക്കടാ. ആ ഇറക്ക. ചെല്ലേ. തുണി എവിടെ? തുണി എന്താടാ തുണി? കത്തുണി മറ്റേ തുണിയാണ് ചോറ് ഇതാക്കി വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ അത് തരാം. ആ തുണി തരാം. അകത്ത്